നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു രാഷ്ട്രീയക്കാരനായ കുറുപ്പ് സാറിന് എന്നെ പോലൊരു ബിസിനസ്സുകാരനായ കൂട്ടാളിയെ ആവശ്യമായി വന്നേക്കും. മനസ്സുകൊണ്ട് ഞാൻ അച്ഛനെ പോലെ കരുതുന്ന കുറുപ്പ് സാറിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? വളരെ സന്തോഷം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നമസ്കാരം കുറുപ്പ് സാറേ. നമസ്കാരം. നമസ്കാരം. എന്താണ് വിക്രം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അച്ഛനെ കാണാൻ മകൻ വരുമ്പോ അത് മുൻകൂട്ടി അറിയിക്കേണ്ട കാര്യമുണ്ടോ? അച്ഛനോ? അല്ല, വിക്രമിന് ഏത് വകയിലാണ് ഞാൻ അച്ഛനാവുന്നത്? അതെന്ത് ചോദ്യമാണ്? എന്റെ വിവാഹത്തിന് എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നത് കുറുപ്പ് സാറല്ലേ? അങ്ങനെ അല്ല, ഈ പുറത്തേക്കൊക്കെ പോകുമ്പോഴേ പലരും എന്നെ അച്ഛന്നൊക്കെ വിളിക്കാറുണ്ട്. അല്ല, അതുകൂടെ പിന്നെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ബിസിനസ്സിനൊന്നും ഒരു കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. ചില ഒഴിയാബാധകൾ അതെന്നെ വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട്. ഒഴിയാബാധയോ? അതാരാണ്? സാറിനെ ശല്യം ചെയ്യുന്നവര് തന്നെയാ എന്നെ ഉപദ്രവിക്കുന്നത്. മനസ്സിലായി. അവള് വിക്രത്തിന് തലവേദനയല്ലേ? ആ നാശം പിടിച്ചവൾ എന്ത് പ്രശ്നമാ ഉണ്ടാക്കിയത്? എന്റെ വിവാഹ ജീവിതവും ഒപ്പം എന്റെ ബിസിനസ്സും തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക അവള്. അവൾക്ക് അസൂയാണ് കുറുപ്പ് സാറേ. ഒരാള് നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാൻ അവൾക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ സ്വന്തം അനുജത്തിന്റെ ഭർത്താവായ എന്നോട് കൊമ്പുകോർക്കാൻ വരേണ്ട വല്ല കാര്യമുണ്ട്? ചിലപ്പോ കല്യാണം നടക്കാതെ മൂത്ത് നരച്ചിരിക്കുന്നതിന്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും. അവൾക്ക് ഇത് തന്നെയാണ് ജോലി, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക. അതെ, എന്റെ സുഹൃത്തായ ഒരു ബിസിനസ്സുകാരുണ്ട്, സാഗറിനെ അവള് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പൊ സമൂഹത്തിൽ വിലയും നിലയുള്ളവരാണ് അവളുടെ കളിപ്പാട്ടങ്ങള്. അല്ല, കുറുപ്പ് സാറിനെ പോലെയുള്ള ഒരാൾക്ക് അവളെ നിയന്ത്രിക്കാൻ പറ്റില്ലേ? എന്ത് ചെയ്യാൻ, അവള് ബന്ധുവായി പോയില്ലേ, പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു. കുറുപ്പ് സാറിന്റെ ബന്ധുവായതുകൊണ്ടായിരിക്കും ജഗൻ നിഴല് പോലെ അവളെ പിന്തുടരുന്നത്. അല്ല, അത് പിന്നെ പോലീസ് കേസ് അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ജഗൻ അവളെ സഹായിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ യുവജന നേതാവെന്ന നിലയിൽ അവൻ അങ്ങനെ ചില സേവനങ്ങൾ ചെയ്യുന്നു മാത്രം. അതിനപ്പുറം ഒരു സപ്പോർട്ടും അവൻ വന്ദനയ്ക്ക് ചെയ്യുന്നില്ല. എന്നാൽ കുറുപ്പ് സാറിന്റെ ധാരണ തെറ്റാണ്. അവളോടൊപ്പം എന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിലും ജഗൻ വന്നിരുന്നു. അതും നട്ടപ്പാതിരയ്ക്ക്. അവര് തമ്മിൽ വളരെ സൗഹൃദത്തിലാണ്. സൗഹൃദത്തിനപ്പുറം വല്ല ബന്ധമുണ്ടോന്ന എനിക്ക് സുമലതാമയും വിദ്യേച്ചി. അപ്പൊ ഞങ്ങളുടെ പേരൊക്കെ അറിയോ? കല്യാണ ദിവസം പരിചയപ്പെട്ടതല്ലേ? അല്ല, എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കുറുപ്പ് സാറിന്റെ ഭാര്യയും മരുമകളെ അങ്ങനെ മറക്കാൻ പറ്റുമോ? വിക്രം ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരുന്നതല്ലേ, ഒരു ചായെങ്കിലും നൽകി സ്വീകരിക്കാതിരുന്ന? ചായ വളരെ നന്നായിട്ടുണ്ട്. ഓ, വർഷ എനിക്കറിയാം, നല്ല പെൺകുട്ടിയാ. എന്നാലും സാറിനെ പോലൊരു കോടീശ്വരനെ അവൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. ആ കുട്ടി ചെയ്ത സുഹൃതം കൊണ്ടാ വിക്രമിനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടിയത്. മതി 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 മതി. ഞങ്ങൾക്ക് സ്വകാര്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതെന്താ സ്വകാര്യം? അതിനാണ് സ്വകാര്യമെന്ന് പറയുന്നത്. പിന്നെ സ്വകാര്യത്തിന് സ്വകാര്യമെന്നല്ല വേറെ എന്തെങ്കിലും പറയോ? കേറിപ്പൊടിയത്ത്. ഞങ്ങൾക്ക് സംസാരിക്കാൻ 100 കൂട്ടം കാര്യങ്ങൾ ഉണ്ടാവും. അതൊന്നും വീട്ടിലെ സ്ത്രീകൾ അറിയണ്ട. സംസാരിച്ച വിഷയം വന്ദനയാണ്. വിക്രമിന്റെ രഹസ്യങ്ങൾ ചിലതൊക്കെ എനിക്കും മനസ്സിലായിട്ടുണ്ട്. എന്താ കുറുപ്പ് സാർ ഇത്? വെറുതെ എന്തിനാ അവരുടെ മുന്നിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്? ഒന്നുമില്ല കേട്ടോ, സാറ് വെറുതെ പറഞ്ഞതാ. ഞാൻ മറ്റൊരു ആവശ്യത്തിനായി ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയതാ. സുമലതാമയും കുറുപ്പ് സാറും ഒക്കെ കുടുംബസമേതം എന്റെ വീട്ടിലും വരണം. വരും.
വന്നിരിക്കും. ഒരു രാഷ്ട്രീയക്കാരനായ കുറുപ്പ് സാറിന് എന്നെ പോലൊരു ബിസിനസ്സുകാരനായ കൂട്ടാളിയെ ആവശ്യമായി വന്നേക്കും. മനസ്സുകൊണ്ട് ഞാൻ അച്ഛനെ പോലെ കരുതുന്ന കുറുപ്പ് സാറിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? വളരെ സന്തോഷം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി, അപ്പോ ഞാൻ വിളിക്കാം. ശരി എന്നാ. സന്തോഷം. ഓക്കെ ഓക്കെ ശരി. ഹലോ വിക്രം. ഹലോ ജഗൻ. ഇതുവഴി പോയപ്പോ കുറുപ്പ് സാറിനൊന്ന് കാണാൻ കയറിയതാ. അതെന്തായാലും നന്നായി. നമുക്ക് വീണ്ടും കാണാൻ പറ്റിയല്ലോ. അതെ. ഇപ്പൊ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നമുക്ക് പിന്നെ കാണാം. കാണണം, കണ്ടേ തീരൂ. ഏട്ടനെന്തിവിടെ? അതെന്ത് ചോദ്യ വന്ദനെ? ഇത് നമ്മുടെ ദിയമോള് പഠിക്കുന്ന സ്കൂളല്ലേ? എനിക്കിവിടെ വന്ന് തിരക്കാനുള്ള ഉത്തരവാദിത്വമില്ലേ? ദിയമോൾക്ക് അങ്ങനെ ഒരു രക്ഷകനുണ്ടെങ്കിൽ എനിക്കത് കുറെ കൂടി ആശ്വാസമല്ലേ ഏട്ടാ? എന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ സമയവും കിട്ടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.